എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുല്ലപ്പൂവിനെ പറ്റി പറയാം. മുല്ലപ്പൂവ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാകുമോ? ഉണ്ടാകില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയുള്ള മുല്ലപ്പൂവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുൻപ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ശരിക്കും പറഞ്ഞാൽ 200-ലധികം ഇനം ജാസ്മിൻ ഉണ്ട്. ഓരോന്നിനും അതിൻ്റേതായ സവിശേഷതകളും സുഗന്ധവുമുണ്ട്. നല്ലൊരു മനം മയക്കുന്ന സുഗന്ധമാണ് നമ്മുടെ ഈ മുല്ലപ്പൂവിന്. ഇത് തന്നെ വെള്ള, മഞ്ഞ, പിങ്ക് എന്നിവയുൾപ്പെടെയുള്ള നിറങ്ങളിൽ വരുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ചിനം മുല്ലപ്പൂക്കളെ പറ്റി പരിചയപ്പെടാം. അതിലൊന്നാണ് സിൽവർ ജാസ്മിൻ. ഇത് ജാസ്മിനം ഫ്ലൂമിനൻസ് എന്നും അറിയപ്പെടുന്നു. ചെറിയ നല്ല സുഗന്ധമുള്ള നല്ല വെളുത്ത പൂക്കളാണ് ഇതിനുള്ളത്. ഇത് ഒരു വള്ളിച്ചെടിയുമാണ്. സെക്കൻഡ് വൺ ഇന്ത്യൻ ജാസ്മിൻ. നല്ല സുഗന്ധമുള്ള മറ്റൊരു ജാസ്മിനാണ് ഇത്. നെക്സ്റ്റ് വൺ ഹിമാലയൻ ജാസ്മിൻ. ഇത് ഒരു മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ്. അതുകൊണ്ട് തന്നെ യെല്ലോ ജാസ്മിൻ എന്നും അറിയപ്പെടുന്നു. ഫോർത്ത് വൺ ജാസ്മിൻ ഓയിക്കുലേറ്റം. ഇതിന് ശക്തമായ സുഗന്ധമാണ്. ജൂഹി എന്ന മറ്റൊരു പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ഓറഞ്ച് ജാസ്മിൻ. സിട്രസ് കുടുംബത്തിൽപ്പെടുന്ന മനോഹരമായ ഒരു കുറ്റിച്ചെടിയാണിത്, അല്ലെങ്കിൽ ഒരു ചെറിയ വൃക്ഷം എന്ന് തന്നെ പറയാം. ആറാമത്തത് ഏഞ്ചൽ വിങ് ജാസ്മിൻ. കാണാൻ അതിമനോഹരവും തീവ്രമായ സുഗന്ധമുള്ള ഒരു വള്ളിച്ചെടിയാണിത്. ശാസ്ത്രീയമായി ജാസ്മിനം മൾട്ടിഫ്ലോറം എന്നും അറിയപ്പെടുന്നു. നെക്സ്റ്റ് വിൻ്റർ ജാസ്മിൻ. ചൈനയിൽ നിന്നുള്ള ഒരു ഇലകൊഴിയും ക്ലൈംബിംഗ് കുറ്റിച്ചെടിയാണിത്. ഇത് ശൈത്യകാലത്തും വസന്തകാലത്തും പൂക്കും. എട്ടാമത്തത് റോയൽ ജാസ്മിൻ. ഇത് കുറച്ച് വലിയ പൂക്കളാണ്, പക്ഷേ ഇതിന് സുഗന്ധമില്ല. നെക്സ്റ്റ് പിങ്ക് ജാസ്മിൻ. വസന്തകാലത്ത് നന്നായി പൂക്കൾ വിരിയുന്ന നല്ല സുഗന്ധമുള്ള പൂവാണിത്. 10th വൺ ഫോറസ്റ്റ് ജാസ്മിൻ. ഇത് അത്ര ജനപ്രിയമായ ചെടിയൊന്നുമല്ല, വെളുത്ത പൂക്കളാണ് ഇതിന്. 11ാമത്തത് ഡൗണി ജാസ്മിൻ. ഇത് ഒരു നിത്യഹരിത കുറ്റിച്ചെടിയാണ്. നെക്സ്റ്റ് വൺ ലെമൺ സെൻറ്റഡ് ജാസ്മിൻ എന്ന് പറഞ്ഞാൽ നാരങ്ങ മണമുള്ള ജാസ്മിൻ. ഇത് നല്ല സുഗന്ധവും തിളങ്ങുന്ന വെളുത്ത പൂക്കളുമാണ്. ഇത് തേനീച്ചകളെയും പക്ഷികളെയും പൂമ്പാറ്റകളെയും ഒക്കെ നന്നായി ആകർഷിക്കുന്ന ഒരു ചെടിയും കൂടിയാണ്. നെക്സ്റ്റ് കോമൺ ജാസ്മിൻ. സാധാരണ ജാസ്മിൻ എന്നും അറിയപ്പെടുന്ന ഇത് മനോഹരവും സുഗന്ധമുള്ളതുമായ ഒരു വള്ളിച്ചെടിയാണ്. വെയിൽക്കാലത്ത് നന്നായി പൂക്കുന്ന ചെടിയാണിത്. അറേബ്യൻ ജാസ്മിൻ. ഇതിനെ സാമ്പക് ജാസ്മിൻ എന്നും അറിയപ്പെടുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സുഗന്ധമാണ്. അതും രാത്രി സമയത്ത് വളരെ തീവ്രമായിരിക്കും. നെക്സ്റ്റ് 15th വൺ വൈൽഡ് ജാസ്മിൻ. വേനൽക്കാലത്തൊക്കെ സമൃദ്ധമായ പൂക്കളുണ്ടാവും, പക്ഷേ ഇതിന് സുഗന്ധമില്ല. സാവധാനത്തിൽ മാത്രമേ വളരുകയുള്ളൂ. നമ്പർ 16th ഇറ്റാലിയൻ ജാസ്മിൻ. മഞ്ഞ പൂക്കളാണ്, നല്ല സുഗന്ധവുമാണ്. 17th വൺ സ്റ്റാർ ജാസ്മിൻ. പേര് പോലെ നക്ഷത്രാകൃതിയിലുള്ള വെളുത്ത പൂക്കളാണ് ഇതിന്. 18th വൺ നൈറ്റ് ബ്ലൂമിംഗ് ജാസ്മിൻ. രാത്രി പൂക്കുന്ന മുല്ലപ്പൂ. രാത്രിയിൽ ഇതിൻ്റെ ഏറ്റവും ശക്തമായ സുഗന്ധം പുറപ്പെടുവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് രാത്രി പൂക്കുന്ന മുല്ലപ്പൂ എന്ന പേര് വന്നത്. നെക്സ്റ്റ് വൺ കേപ്പ് ജാസ്മിൻ. ഇതും ഒരു കുറ്റിച്ചെടിയാണ്, നല്ല സുഗന്ധമാണ്. അടുത്തത് പകൽ പൂക്കുന്ന മുല്ലപ്പൂ, ഡേ ബ്ലൂമിംഗ് ജാസ്മിൻ. ഇത് നല്ല സുഗന്ധമാണ്, പ്രത്യേകിച്ച് വൈകുന്നേരവും രാത്രിയും ഇതിൻ്റെ സുഗന്ധം വായുവിലിങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്പർ 20th ഡാർക്ക് ജാസ്മിൻ. ഇത് നമുക്ക് കണ്ടെയ്നറിലൊക്കെ വളർത്താൻ പറ്റുന്ന വലിപ്പം കുറഞ്ഞ ചെടിയാണ്. 22ാമത്തത് ഗോൾഡൻ ജാസ്മിൻ. നല്ല സ്വർണ്ണ കളറുള്ള പൂക്കളാണ് ഇതിന്. ചെറിയ ഒരു മരമായിട്ട് വളരും. ചൈനയിലും വിയറ്റ്നാമിലുമാണ് ഇത് കണ്ടുവരുന്നത്. 23ാമത് സാമ്പാഗിറ്റ. ഇത് ഫിലിപ്പീൻസിൻ്റെ നാഷണൽ ഫ്ലവറാണ്. ഇത് മാല കെട്ടാനും പൂച്ചെണ്ടുകൾ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പൂവാണിത്. 24ാമത്തത് സമ്മർ സൺസെറ്റ് ജാസ്മിൻ. വേനൽ സൂര്യാസ്തമയ മുല്ലപ്പൂ, അല്ലെങ്കിൽ ത്രിവർണ്ണ നക്ഷത്ര ജാസ്മിൻ എന്നും ഇതിനെ പറയും.
നല്ല സുഗന്ധമാണ് ഇതിനും. അങ്ങനെ 24ഓളം മുല്ലപ്പൂവിൻ്റെ ഇനങ്ങളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.